രാവിലെ ബാർക്കപ്പണിക്ക് പോയാൽ മതിയിരുന്നു ചേട്ടാ. അതാകുമ്പോൾ 600 രൂപ കിട്ടും ചേട്ടാ. നാട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞും പോയി. എടോ ആ ഒരൊറ്റ സീൻ ആലോചിച്ചിട്ട് എനിക്ക് ഊണും ഇല്ല ഉറക്കമില്ല, മനസ്സിലായി? ഡോക്ടറെ അതല്ല, ഡോക്ടറിലെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. താൻ ഇനി എന്നെ വിളിക്കില്ല, വിളിച്ചാൻ വരില്ല. എനിക്ക് ഷൂട്ടും വേണ്ട, ഒരു കോപ്പ് വേണം, വെച്ചിട്ട് പോകും. മൂലക്കര് വെച്ചിട്ട് പോയിടോ. ആ കൂട്ടുപ്രതി ഒന്ന് വരാൻ പറയണം. ഇനി വേറെ വല്ല ഉണ്ടോടാ ഇതുപോലെ? സൈനു 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 സൈനുവിൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഒരു തരത്തിൽ നോക്കിയാൽ നമ്മൾ രണ്ടും ഒരുപോലെ. സൈനു പ്രേമിച്ചു, കല്യാണത്തിന് മുമ്പ് പിരിയുന്നു. ഞാൻ പ്രേമിച്ചു, കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു. എന്തല്ലേ? ഞാനും ഷെഫിക്കും പിരിയുന്നില്ല. ലോകത്ത് സമീകൃത ആഹാരമായ പാല് പോലും പിരിയുന്നില്ലേ സൈനു? പിന്നാന്ന് എൻ്റെ ഒരു മയക്കറുന്ന കച്ചവടക്കാരൻ. ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. വേണ്ട, സൈനുവിൻ്റെ സമ്മതം ആർക്ക് വേണം? സൈനുവിൻ്റെ വാപ്പ എൻ്റെ മാമായുമായിട്ട് ഞാൻ എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട്. പോട്ടെ. അസ്സലാമു അലൈക്കും. സൈനു. വലൈക്കും അസ്സലാം. സൈനുവിന് മട്ടൻ്റെ പോട്ടി കൊടുത്ത് വിടാവേ ഉമ്മ? നൗഷാദേ, അൽഹംദുലില്ലാ, പടച്ചോന്റെ കുതിരത്ത് കൊണ്ട് ചെറുക്കന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എവന് ഇഷ്ടപ്പെടുന്നായിരുന്നു എന്റെ പേടി. ആ കടമ കടന്നു കൂട്ടി. ഇക്ക നല്ല ഭാഗ്യമുള്ള ആളാ. അപ്പൊ ഇനിയിപ്പോ നിങ്ങളെന്താ അങ്ങോട്ട് വരുന്നേ? ഇനി എന്തിനാ അങ്ങനെയൊക്കെ ഒരു ചടങ്ങ്? നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ നിക്കാഹ് നടത്താൻ ഞങ്ങൾ തയ്യാറാ. അതാ ശരി. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ. പോയിട്ടോ മോനെ. തുടർന്നു. അന്യ സ്ത്രീകളുടെ കയ്യിലും തൊടില്ല. അങ്ങനെയാ വളർത്തിയത്. എന്നാ ആയിക്കോട്ടെ. ശരി നബീസ, കാണണം കേട്ടോ. നല്ല ദീനിബോധമുള്ള പയ്യനല്ലേ? പടച്ചോൻ കനിഞ്ഞതൊന്ന് വേഗം നടന്നാ മതിയായിരുന്നു. നമ്മുടെ മോളുടെ ഭാഗ്യം അള്ളാന്റെ റഹ്മത്താ. അതങ്ങൊത്ത്, അല്ലെങ്കിൽ ഇറച്ചി കിടന്ന് വീണ് കിട്ടാനാ. ഷഫീക്ക് വാടാ. ഇതെന്തിന്റെ പരിവാ? ആ ഷെഫീക്ക്, അസ്സലാമു അലൈക്കും. എപ്പോ വന്നടാ? ഞാൻ കുറച്ചായി എന്താ ഷെഫീക്ക്? ആർക്കറിയാം. നീ സൈനുവിനെ കണ്ട? സൈനുവിനെ കണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. നിന്റെ കാര്യം മാത്രം പറയായിരുന്നു. സൈനു എന്താ പറഞ്ഞു? സൈനു പറഞ്ഞത് നിന്നെ മാത്രമേ കെട്ടത്തുള്ളെന്നും നീ അല്ലാതെ വേറൊരാൾ നിന്റെ സൈനുവിനെ കെട്ടത്തില്ലെന്നും. പക്ഷെ ഞങ്ങളും റഷീദിക്കായും എല്ലാവരോടും കയറി അങ്ങ് ഉറപ്പിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. ഒന്നുമല്ലെങ്കിലേ എടാ, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് ആരെങ്കിലും പെണ്ണിനെ കൊടുക്കോടാ? ഒട്ടകപ്പാൽ കടത്തിട്ടാണല്ലോ പാറത്തോട് പോലീസ് കേസ് നടക്കുന്നത്. എങ്ങനെയല്ലേ ചെറുക്കനൊരു കല്യാണം നടക്കുമ്പോ മുടക്കാൻ നിൽക്കുന്നത്? എന്താ സംസാരിക്കുന്നത്?